ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പതിവ് പോലെ തന്നെ അരിയെല്ലാം കഴുകി വരിയിട്ടെല്ലാം എന്നിട്ട് വെള്ളം തിളച്ചതിന് ശേഷം രാവിലെ ചായ കുടി കഴിഞ്ഞ് കഴിയുമ്പോൾ വിറകെല്ലാം കത്തിച്ചിട്ട് അരി അടുപ്പിലിട്ടു. പിന്നെ പഴംപൊളി ശരിയാക്കാൻ വേണ്ടിയിട്ട് പഴം അരിഞ്ഞ് വെക്കലാന്ന് ചീരി ഉണ്ടപ്പറ അരിയാൻ വേണ്ടി കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് പഴവും തക്കാളി ഇട്ടിട്ട് പഴംപൊളി ശരിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ദുബായ് നാട്ടിലെല്ലാം എന്തെല്ലോ നടക്കുന്നില്ലല്ലേ, ഗൾഫ് രാജ്യങ്ങളിലെല്ലാം. അപ്പോൾ എന്തോ നമുക്ക് ഭയങ്കര വിഷമം പോലെ അല്ലേ അതെല്ലാം കേട്ടിട്ട്. അപ്പോൾ എൻ്റെ മോനും ഉണ്ടായിട്ട് അബുദാബിയിൽ ജോലി ചെയ്യുന്ന അത്രയായിട്ടും ഒരു വർഷം കഴിഞ്ഞതേ പോയിട്ട്. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തതുമില്ല, ഇട്ടിട്ടില്ല. മിനിയാന്ന് എടുത്തതെന്തോ രാവിലെ ഇട്ടാണ്, പിന്നെ ഉച്ചമുമ്പല്ലേ ഇതൊക്കെ അറിഞ്ഞത്. പിന്നെ ഒന്നും എനിക്ക് തോന്നിയിട്ടാട്ടോ. എല്ലാവരുടെ സ്ഥിതി അത് തന്നെയായിരിക്കും. എന്തോ ഒരു വിഷമമില്ലേ, ചെറിയ എത്രയോ കുട്ടികളൊക്കെ ഇങ്ങനെ മരിക്കുന്നെല്ലാം കാണുമ്പോൾ. അപ്പോൾ ഇന്ന് ഇത്രയും കുറച്ച് സബ്സ്ക്രൈബറെങ്കിലും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇടാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്ന കേട്ടോ. അപ്പം മോനെ വിളിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ആയിട്ട് മോനൊന്നും കുഴപ്പമൊന്നുമില്ലമ്മേ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു സമാധാനം. അപ്പോൾ വരുമെന്തോ നോക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പഴംപൊളി ശരിക്കില്ലത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് കത്തിച്ചിട്ട് അങ്ങനെ വിറക് കുറേ ഉണ്ട്. അതുകൊണ്ട് അടുപ്പിൽ ഉണ്ടാക്കിയാൽ അങ്ങനെ കുറച്ച് ഗ്യാസ് ലാഭം കിട്ടുമല്ലോ. അതുമല്ല ഇത് കത്തിക്കുമ്പോൾ ഇപ്പോൾ നല്ല വേഗം കത്തുന്നതുകൊണ്ട് കുറേ വിറകുണ്ട്. അപ്പോൾ അതെനിക്കൊരിഷ്ടം നടക്കാൻ അടുപ്പിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശരിക്കില്ല കഷ്ണമെല്ലാം അടുപ്പത്തേക്ക് വെച്ചിട്ട് പിന്നെ ചീര മുറിക്കാമെന്ന് നോക്കുന്നത്. ചീര ഈ കത്രിക കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ വേഗമാവും കേട്ടോ. എനിക്ക് കുഞ്ഞനെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് മീൻ മുറിക്കുന്ന കത്രികയാണ്, എന്നാലും അതിൻ്റെ മുറിച്ചൽ പോകും എന്നാലും കൂടി. അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ കൈ എങ്ങനെ അതിൻ്റെ തൊലി വേഗം മുറിഞ്ഞോ എനിക്ക്. ഇതാകുമ്പോൾ വേണ്ടി പ്രശ്നമില്ലല്ലോ. അങ്ങനെ പുളിശ്ശേരിക്കില്ല അരവില്ലേ, തേങ്ങയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കുറച്ച് തൈര് കൂടി വെച്ച് ജീരകൂട്ടിനെ അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചോട്ടെ. കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തള വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കേ. അപ്പോൾ ഇന്ന് പഴംപൊളി ശരിയാക്കാൻ ഒരു കാരണമുണ്ട്. എൻ്റെ ഒരു മോള് കുറച്ച് ദിവസമായി പറയുന്ന അച്ഛാ ബീഫ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനില്ലേ ബീഫാക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മോളിങ്ങനെ പറയുമ്പോൾ കുറച്ചിങ്ങനെ വാങ്ങിയിട്ട് ഒരു 1 കിലോ ഇങ്ങനെ വാങ്ങിയിട്ട് ഉണ്ടാക്കലാന്ന്. അത് ഞാനാക്കൂല, അച്ഛനാണ് ഉണ്ടാക്കല കേട്ടോ. വിനോദേട്ടൻ അങ്ങനെ ബീഫെല്ലാം ഇപ്പുറത്ത് നിന്ന് റെഡിയാക്കുന്നുണ്ട്. ഞാനതാണ് ഈ അടുപ്പിലിങ്ങനെ ആക്കുമ്പോൾ വിനോദേട്ടന് ഗ്യാസ് മേലിങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെ ആക്കിയിട്ട് കുക്കറിലേക്കെല്ലാം ഇട്ടിട്ട് കുറേ അടിക്കണ്ടേ ബീഫെല്ലാം. കഴുകും പോലും ഞാൻ ചെയ്യൂല കേട്ടോ. കൂട്ടും വേണമെങ്കിൽ 2 കഷ്ണം കൂട്ട് മറ്റിങ്ങനെ എനിക്ക് എന്തോ കഴുകുമ്പോൾ എന്തോ ഒരു ഞെട്ടം പോലെയാണ്. കോഴിയിറച്ചി ഇങ്ങനെ ആക്കും, ബീഫൊന്നും ഞാൻ തൊടൂലേ. അപ്പോൾ ഇതാ ചോറെല്ലാം വെന്തിട്ടില്ല. ആ സമയം കൊണ്ട് ഞാൻ വാർത്തട്ടാ. നല്ല ചൂടുണ്ട്. ഈ മൺകലു ആകുമ്പോഴേ ഭയങ്കര ചൂടാണ്, കൈക്കേക്ക് ഇങ്ങനെ ചൂട് കയറും. പിന്നെ നമ്മളെ പുളിശ്ശേരിയും കൂടെ റെഡിയാവുന്നുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ കിഴക്കോട്ട് വെക്കണം എന്നിങ്ങനെ അമ്മ പറഞ്ഞിരുന്നേ. അങ്ങനെ അത് കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ടാ അരി വറുത്തത്. ഇതാ പുളിശ്ശേരിയിലേക്ക് കടുവും ഉലുവയും ചുവന്നമുളകും കറിവേപ്പിലയും എല്ലാം കൂടി വറുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുളിശ്ശേരി റെഡിയായി. അടുത്ത വിനോദേട്ടൻ ബീഫ് കുക്കറിൽ വേവിച്ചതില്ലേ എല്ലാം വഴറ്റിയിട്ട് ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടെന്ന് തോന്നുന്നു. അങ്ങനെ മറ്റേ ചട്ടിയിലേക്ക് ഇട്ടിട്ടില്ലേ ആക്കുന്നുണ്ട് കറി. ഇത് ഞാൻ രാവിലെ ഉണ്ടാക്കിയ മാങ്ങ അച്ചാറാണ് കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഇടുന്ന് തന്നെ പിടിച്ച് നല്ല ഫ്രഷ് മാങ്ങ പറിച്ചിട്ട് ഇന്ന് രാവിലെ അച്ചാറും ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം പറിച്ച് വെച്ചിട്ട്. അപ്പോൾ അത് ചീൻചട്ടി എനിക്കിപ്പോൾ ആവശ്യമുണ്ട് ചീര ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഞാൻ ആ പാത്രം അച്ചാറെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റില്ലാന്ന്. അപ്പോൾ ഇതാ അതിലേക്ക് വെളുത്തുള്ളി ചുവന്നമുളക് പൊട്ടിച്ചിട്ട് പിന്നെ ചീര നമ്മൾ ഇട്ട് കൊടുക്കലാന്ന് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയും ചെയ്യേ. അപ്പോൾ ഇത്രയും നമ്മൾ ചീരയൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ആവിയിൽ ഇങ്ങനെ വേവിക്കും. നല്ല അടിപൊളി ചീരയാണെന്ന് തോന്നിട്ട് കാണുമ്പോൾ തന്നെ അറിയാം, മുറിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിന്. പിന്നെ ഇങ്ങനെ നല്ല നാടൻ ചീരയില്ലേ, പറിച്ചപാട് ഇങ്ങനെ
വിനോദമായിട്ട് എന്തോ സാധനം വാങ്ങുമ്പോൾ പീടിയെ കൊണ്ടുവയ്ക്കുന്നുണ്ടായിനി കണ്ടെത്തുനിന്ന് പറിച്ചാൽ